ഇടയായിട്ട് എനിക്ക് എന്താണെന്നറിയില്ല, രാത്രി ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നും. നൈറ്റ് ക്രേവിങ്സ് ആയതുകൊണ്ട് തന്നെ രാവിലെ ആയി ഞാനത് മറന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഐസ്ക്രീം നമുക്ക് വീട്ടിലുണ്ടാക്കാം. അതെ ഗൈസ്, നമ്മൾ സിമ്പിളായിട്ടൊരു ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിളെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്, വെറും 3 ഐറ്റംസ് മതി ഇതുണ്ടാക്കാൻ. നമ്മളെ കഥ തുടങ്ങുന്നത് ഒരു 2 ദിവസം മുന്നെയാണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ വീട്ടിൽ 2-3 വട്ടമൊക്കെ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. ആരാണെന്നല്ലേ, ആരുമല്ല, എൻ്റെ അനിയൻ തന്നെ. ഇങ്ങനത്തെ അൽക്കുലത്ത് പണിയൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും. അപ്പോൾ ബാക്കി വർത്താനം പിന്നെ പറയാം. ഇതുണ്ടാക്കാൻ കൊക്കോ പൗഡർ വേണം, മിൽക്ക് മെയ്ഡ് വേണം, പിന്നെ വിപ്പിംഗ് ക്രീം. ബീറ്റർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും, പക്ഷെ ബീറ്റർ ഇല്ലാതെ നന്നാവുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. ഇവിടെ ഇപ്പം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ വിപ്പിംഗ് ക്രീം മൊത്തം ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് കുറേ ക്വാണ്ടിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ എനിക്കും സച്ചുനും വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാ സ്വീറ്റ് സാധനങ്ങളുടെ ടേസ്റ്റും ഇഷ്ടം, അത് വേറെ കാര്യം. ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്തേ, എന്നിട്ടൊന്നുമില്ല, നന്നായിട്ട് ബീറ്റ് ചെയ്യും. ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്താൽ ഇത് നല്ലോണം പൊന്തി വരും. കളറ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ബീറ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് കുറച്ച് കളറ് കുറവായ പോലെ തോന്നി. ഞാൻ കുറച്ചുകൂടെ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് വീണ്ടും ബീറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ക്യാൻ, ഈ ക്യാനിൻ്റെ പകുതിയോളം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. മെയ്ഡ് ആഡ് ചെയ്തിട്ട് സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഏതാണ് ആ സെയിം പ്രോസസ്സ്? നമ്മളെ ബീറ്റർ എടുത്ത് ബീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുക, പൊന്തുന്ന വരെ. ഈ പറയുന്ന പ്രോസസ്സുകളെല്ലാം ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടാറുണ്ട്. ടേസ്റ്റ് നോക്കിയാൽ പോരെ, ബാക്കിയെല്ലാം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അച്ഛലില്ലേ, കുഴി എണ്ണിയാൽ പോരെ, അപ്പം തിന്നാൽ പോരെ, കുഴി എണ്ണണ്ടല്ലോ, ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ആയി ബീറ്റ് ചെയ്ത് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഇതിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യം പോലും ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. 2 ദിവസം ഇല്ല, ഒരു 1.5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളിത് പുറത്തേക്ക് എടുത്ത്. ഇത് നിങ്ങൾ 2 ദിവസം കറക്റ്റ് വെക്കുകയാണെങ്കിൽ എനിക്കൊരു ഐസ്ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് വരും. ഇവിടെ ക്ഷമ കുറച്ച് അല്പം കുറവാണ് ഫുഡിൻ്റെ കേസിൽ, അതുകൊണ്ട് ഞങ്ങളത് നേരത്തെ എടുത്ത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോഫ്റ്റ് ഐസ്ക്രീം ഒക്കെ കിട്ടൂലേ, അങ്ങനെ ഈ മെഷീൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്ന പോലെ ഉണ്ടായിരുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.